വകുപ്പും കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. അപ്പൊ അതിന് നന്ദി കൂടിയുണ്ട് നമുക്ക്. അതിനൊപ്പം ഇന്ന് അനന്തപുരിയുടെ ഔദ്യോഗിക ഓണാഘോഷം തുടങ്ങുകയാണ്. നടൻ കുഞ്ചാക്കോ ബോബനാണ് മുഖ്യാതിഥി. നമ്മൾ കണ്ടു, നിശാഗന്ധിയിൽ നേരത്തെ തന്നെ വന്ന് സീറ്റൊക്കെ പിടിച്ചിരിക്കുന്നവരുണ്ട്, വൈകുന്നേരം ലൈറ്റ് കാണാൻ ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ പറയാ ഞങ്ങള് തിരുവനന്തപുരംകാര് ലൈറ്റ് കാണാൻ ഇറങ്ങുക എന്നത്. നേരത്തെ സുനിഷ പറഞ്ഞതുപോലെ നിശാഗന്ധി ആ മ്യൂസിയത്തിന്റെ പരിസരം മുതൽ അങ്ങോട്ട് അട്ടക്കുളങ്ങര വരെയും എവിടെ നോക്കിയാലും ലൈറ്റ് ആണെന്നുള്ളതാണ്. മരങ്ങളിൽ ലൈറ്റ്, ഹോർഡിങ്സ് ലൈറ്റ്, ഇങ്ങനെ എന്തൊക്കെ ഭംഗിയായിട്ടുള്ള അണിയിച്ചൊരുക്കലാണെന്ന് അറിയാമോ. വൈകുന്നേരം നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. അപ്പോ തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ഓണത്തിനൊരുങ്ങി നാടും നഗരവും പൂക്കളങ്ങളും ഓണക്കോടികളുമായി നാടെങ്ങും ഉത്സവാന്തരീക്ഷത്തിലാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും വിവിധ ഓണാഘോഷ പരിപാടികളുമുണ്ട്. ഓണസദ്യയുടെ വിഭവങ്ങൾ മുതൽ പൂക്കളത്തിനാവശ്യമായ പൂക്കൾ വരെ വിപണിയിൽ നിറയുമ്പോൾ വ്യാപാര മേഖലയും പ്രതീക്ഷയിലാണ്. കോഴിക്കോട് മിഠായി തെരുവ്, അവിടെയാണ് അല്ലെ നമ്മുടെ മലബാറിന്റെ ഒരു വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയുള്ള ഓണക്കാഴ്ചകൾ കൂടി കാണാം. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാഹിദ, ഈ മിഠായി തെരുവ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ആഘോഷത്തിന്റെ മട്ടിൽ തന്നെയാണ്. സീസൺ കൂടി വരുമ്പോൾ, ഓണം പോലെയുള്ള ഉത്സവങ്ങൾ കൂടി വരുമ്പോൾ അവിടേക്ക് ആളുകൾ ഇങ്ങനെ ആർത്തു വിളിച്ചെത്തുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ വൈകുന്നേരത്തെ കാഴ്ച എന്താണ് ഷാഹിദ്? മധു, അതായത് സുരേഷ തിരുവനന്തപുരത്തെ കാഴ്ചകൾ പറഞ്ഞു. അവിടെ ഇന്ന് ഓണാവും എന്നുള്ളത് കോഴിക്കോട് ഒരാഴ്ച മുന്നേ ഓണായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കോഴിക്കോടും സമാനമായ രീതിയിൽ ഔദ്യോഗികമായിട്ടുള്ള ഓണപരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോഴിക്കോട് ബീച്ച് കടപ്പുറത്താണ് വലിയ വേദിയിൽ ഈ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. ഒപ്പം തന്നെ കോഴിക്കോട് നഗരവും ദീപാലങ്കൃതമാവും. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറുകാർക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് എന്താഘോഷമുണ്ടെങ്കിലും അത് കോഴിക്കോട് മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം അല്പസമയം മുൻപ് വരെ കോഴിക്കോട് ചെറിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പക്ഷെ ആ മഴയെ പോലും അവഗണിച്ചും ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിഠായി തെരുവിൽ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു. ഇന്നും, അതായത് നാളെ ഉത്രാടപ്പാച്ചിലാണ്, പക്ഷെ അതിന് തൊട്ട് മുന്നേയും ഇന്നും വലിയ രീതിയിലുള്ള തിരക്ക് കോഴിക്കോട് മിഠായി തെരുവിലുണ്ട് എന്നുള്ളതാണ്. ഈ മിഠായി തെരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കച്ചവടത്തിന്റെ രീതി എന്ന് പറയുന്നത് ആളുകളെ ഇങ്ങനെ ആകർഷിക്കുന്ന, ഇത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. കാരണം പല തരത്തിലുള്ള എന്തൊക്കെയാ ഓഫർ 400 ജീൻസ് കോഴിക്കോട് സിറ്റിയിൽ ആരും കൊടുക്കൂല. 400 രൂപയ്ക്ക് ആൾക്കാർ കയറുന്നുണ്ട്. ആൾക്കാർ തിരക്കണ്ടില്ല, ആൾക്കാർ കയറണേ. ഓണം വൈബായോ? ഒന്നും പറയല്ലേ. ഓണത്തിന് നമ്മൾ SMC ഉഷാറായി നടക്കൂലേ? അതിൽ നമ്മൾ കാണാനൊക്കെ നിങ്ങൾ ഈ മഴയായിട്ട് എന്തെങ്കിലും സീനുണ്ടോ? മഴത്തിന് കുറച്ചൊരു കുറവുണ്ട്, എന്തായാലും കുഴപ്പമില്ല, സെറ്റ് ഉണ്ട്, ആൾക്കാർക്ക് റെഡിയാണ്. ആൾക്കാരൊക്കെ എപ്പോഴും കൂടുതൽ എങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്? ജെൻസി ആണോ വരുന്നത്? അതോ ജെൻസി മാത്രം എല്ലാവരും 90 എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും ഓണം എല്ലാവർക്കും ഒരു ആഘോഷമാണല്ലോ. ജെൻസി ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്. എവിടെ എത്തി? ഓണം എവിടെ എത്തി? എല്ലാവരും ഒരേ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി തന്നെ. അടിപൊളിയാണ്. ഡ്രസ്സൊക്കെ എടുത്തോ? കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഓണാഘോഷം കഴിഞ്ഞു? എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? അടിപൊളി. ഓക്കെ, ഇനിയിപ്പം അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി ഇനിയിപ്പോ ഓണം വരുന്നല്ലേ ഉള്ളൂ. ആഘോഷിക്കണം. വീട്ടിലാഘോഷമാണ്. ഡ്രസ്സൊക്കെ എടുത്ത് എന്താ ഇത്തവണത്തെ ട്രെൻഡ് എന്താണ്? ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെക്ക് ഷർട്ട് അങ്ങനെ തന്നെ. ഓണപരിപാടിക്ക് വണ്ടി എല്ലാവർക്കും പരിപാടി അങ്ങനെ പറയും. പൊളിച്ച്. എങ്ങനെയുണ്ട് ഓണം എടുത്ത്? അടിപൊളി, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കച്ചവടമൊക്കെ പൊടിക്കുന്നുണ്ട്. മഴ കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റിക്കവർ ചെയ്ത് നമ്മള് ഒന്നുമില്ല, കുഴപ്പമില്ല, അടിച്ചു പൊളിച്ച്. ഓണവിടെ കൊണ്ടുപോയി അതാണ്. അപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ 400 ഓണം തൂക്കിയവരുണ്ട്, ഓണം പൊളിച്ചവരുണ്ട്, ഓണം തകർക്കുന്നവരുണ്ട്, ഓണം ആഘോഷിക്കാൻ പോകുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലാണ് ഇവിടെ, പ്രത്യേകിച്ച് കോഴിക്കോട് മിഠായി തെരുവിത്തെ ഓണാഘോഷം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ആളുകളെ ആകർഷിക്കാൻ പല തരത്തിലാണ് ഇവിടെ ആളുകളെ. എവിടെ കയറി വെക്കണ്ടേ? ഒക്കെ 350 ഏത് ബ്രാൻഡഡ് ലീ കൂപ്പർ, കാലിബർ, ജാക്കറ്റ്. ഓണാഘോഷം എങ്ങനെ? ഓണാഘോഷം നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. സൂപ്പറായിട്ട് പോകുന്നുണ്ട്. സൂപ്പർ. വലിയ രീതിയിലുള്ള തിരക്കാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ രീതിയിലുള്ള തിരക്കാണ്. അതുപോലെ തന്നെ ഈ ഷൂ വിൽക്കുന്ന കടകളാണ്, അവിടെ തിരക്കാണ്. കോസ്മെറ്റിക്സ് വിൽക്കുന്ന കടകളാണ്, അവിടെ തിരക്കാണ്. അങ്ങനെ എല്ലായിടത്തും ഒരുപോലെ തിരക്കാണ് എന്ന് വേണം നമുക്ക് പറയാം. ഓണം എവിടെ എത്തി? അടിപൊളിയാണോ? പാട്ട് പാടി തരും? എനിക്കറിയില്ല, പാട്ട് പാടാനേ അറിയില്ല. അതാ ഓണം വന്നല്ലോ പാടിയ സമ്മാനം പോയിക്കൊണ്ടിരിക്കുക. ഓണം അമ്മ ഓടിയെടുത്തല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ,
കൂട്ടുകാരെ ഓടി വരൂ വീട്ടിലിരുന്നാലോ സന്ധ്യ മയങ്ങുമ്പോൾ ഉണ്ണി പന്ത് കളിക്കണ്ടേ. അടിപൊളി. എങ്ങനെയുണ്ട് ഇപ്പത്തെ ഓണാഘോഷം? ഇപ്പത്തെ ഓണാഘോഷമാണോ പഴയ ഓണാഘോഷമാണോ അടിപൊളി? പഴയ ഓണാഘോഷം. അതാണ് ഇഷ്ടം. പിന്നെ തീർച്ചയായും. ഇപ്പം സാധനങ്ങളൊക്കെ മേടിച്ചോ? ഇല്ല, മേടിച്ചോണ്ടിരിക്കണല്ലോ. ഫാമിലി ആയിട്ട് ആ, അങ്ങനെ പറയാം. അപ്പം സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഇറങ്ങാനുണ്ട്. അബി ഓണാഘോഷം എവിടെ എത്തി? എന്റെ ഫ്രണ്ട് കൂടിയാണ്. എവിടെ എത്തി ഓണാഘോഷം? അടിപൊളി അടിപൊളി അടിപൊളി. അടിപൊളിയാണ്. സാധനങ്ങളൊക്കെ മേടിച്ചോ? ഓ മേടിച്ചു മേടിച്ചു മേടിച്ചു. മിഠായി തെരുവില് തിരക്ക് കൂടുതലാണോ കുറവാണോ? ആ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ചെറിയ പരിപാടിയിലാണ്, കാണാം നമുക്ക്. അതാ ഇവിടെ പൊരിഞ്ഞ കച്ചവടം നടക്കാണ്, വൻ കച്ചവടം നടക്കാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വസ്ത്രമൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. ആവേശം പോയോ? 3 ലക്ഷം ടോപ്പ് 500. എങ്ങനെ ആഘോഷം എവിടെ? ആഘോഷം നല്ല അടിപൊളി ഓണത്തിന്റെ. പെൺകുട്ടികൾ നല്ല ട്രെൻഡിങ് ഡ്രസ് ഒക്കെ വരുന്നുണ്ടോ? വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇത്തവണത്തെ ട്രെൻഡ് എന്താ? ഇപ്പോഴത്തെ ട്രെൻഡ് ഷോർട്ടപ്പ് അല്ലേ കളിക്കുന്നത്, ജീൻസിലൊക്കെ ഉപയോഗിക്കുന്നൊക്കെ. പിന്നെ പാർട്ടികളൊക്കെ ഉണ്ട്, പല കുളത്തിലുള്ള ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലാ വാരി വിതറുന്നുണ്ട്, വസ്ത്രങ്ങളൊക്കെ വാരി വിതറുന്നുണ്ട്. എന്താണ് ഇത്തവണത്തെ ട്രെൻഡ്? എന്താ ഈ ട്രാവൽസിന്റെ ട്രെൻഡ്? വെറുതെ കൊടുക്കണ പോലെ കൊടുക്കാണതാ, വെറുതെ വെറുതെ കൊടുക്കണ. ഇത് ലൈവായിട്ട് കാണാൻ ആൾക്കാരും ഇടിച്ച് 2,500 4,500 കൊടുക്കണതാ, വാരി കോരി കൊടുക്കണതാ. എന്തായാലും വാരിക്കോരി കൊടുക്കുവാണ്. കോഴിക്കോട് മിഠായി തെരുവില് പല തരത്തിലുള്ള ആഘോഷങ്ങളാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഈ വസ്ത്രം വിൽക്കുന്ന കടയിലാണ്. മധു, എന്തായാലും ഓണം പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോഴിക്കോട്ടുകാരും മലബാറുകാരും. ശരി, ഷാദ്രാമാനാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളിക്കുപ്പായത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആഘോഷിക്കട്ടെ, എല്ലാവരും അങ്ങോട്ട് ആഘോഷിക്കട്ടെ അല്ലേ? അപ്പോൾ ഓണസദ്യയും പൂക്കളവും ഒക്കെ ആയിട്ട് നിറയുന്ന ഓണക്കാഴ്ചകളാണ് നമ്മുടെ ചുറ്റും. ഓണത്തിരക്കിൽ അമർന്നിരിക്കുകയാണ് മാർക്കറ്റുകളെല്ലാം.